അബ്ഷാക്സ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉഴുന്നുവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഉഴുന്നുവട ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഇവിടെ ഞാൻ 1.5 ഗ്ലാസ് ഉഴുന്ന് 2 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്തിയതാണിത്. ഈ ഉഴുന്ന് കുതിർത്താനിടുമ്പോൾ തന്നെ ഒരു 2 ടീസ്പൂൺ പച്ചരി കൂടി കുതിർത്താനിടുക. പിന്നെ വേണ്ടത് 3 പച്ചമുളക്, ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഉഴുന്നും പച്ചരിയും പച്ചമുളകും ഇഞ്ചിയും ഉപ്പ് ഇതെല്ലാം കൂടെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അരക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിൽ ആദ്യം ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് പച്ചരി, പകുതി ഉഴുന്നു, കുറച്ച് ഉപ്പ്, പകുതി ഉപ്പിട്ടാൽ മതി. അപ്പോൾ പകുതി ആദ്യം ഞാൻ അരച്ചെടുക്കുന്നു, അതിനുശേഷം ബാക്കി പകുതി ഇതുപോലെ തന്നെ അരച്ചെടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. ഇത് അരച്ചെടുക്കാം നല്ലോണം. പകുതി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ള ഉഴുന്നും കൂടെ ഇങ്ങനെ അരച്ചെടുക്കുക. ഇവിടെ ഞാൻ ഉഴുന്ന് അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ സവാളയാണ് ഇടാൻ പോകുന്നത്. സവാള, കുറച്ച് കറിവേപ്പില, ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഉഴുന്നുമാവ് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 3 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഈ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പക്ഷേ കൂടുതൽ സമയം വെക്കുമ്പോഴാണ് കൂടുതൽ സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഉഴുന്നുമാവ് ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മുടെ കൈ ആ പാത്രത്തിൽ വെള്ളത്തിൽ നനച്ചിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു കുറച്ചെടുത്തിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ തള്ളവിരൽ വെച്ചിട്ട് ഹോൾ ഉണ്ടാക്കിയാൽ മതി. അപ്പം അത് ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ഇടുക. അടുത്ത അങ്ങനെ ചെയ്യാം. ഇതാദ്യം ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഉൾഭാഗം വേകില്ല. ഇതൊരു സൈഡ് മൊരിഞ്ഞതിന് ശേഷം അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്.
കോരിയെടുക്കാൻ വേണം. ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം കൈ നനച്ചതിന് ശേഷം വെള്ളം കുടഞ്ഞു കളയണം, അല്ലെങ്കിൽ എണ്ണയിലോട്ട് വെള്ളം വീണാൽ പൊട്ടിത്തെറിക്കും. അതിനുശേഷം ഒരു ബോൾ പോലെ എടുക്കാം. ഹോൾ ഉണ്ടാക്കുക. ഇടുക. ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് മറിച്ചു കൊടുക്കുക. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഞാനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.